ഒരു ചെറിയൊരു കാര്യം പെട്ടെന്ന് പോകാം. നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ഞാനൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചതാണ്. സാർ, എനിക്ക് NMMS കിട്ടി, ബ്രഹ്മോസ് ബാച്ചിലെ ക്ലാസ്സൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു, താങ്ക് യു അറക്കൽ സർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൺഗ്രാജുലേഷൻ കൊടുത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ കുട്ടിയോട് ഫർദർ ആയിട്ട് കുറച്ച് ചാറ്റൊക്കെ ചെയ്ത്. അപ്പോൾ ആ കുട്ടി പാലക്കാടുള്ള ഒരു കുട്ടിയാണ്. ഏതായിരുന്നു സ്കൂള് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എനിവേ, അപ്പോൾ പാലക്കാടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നിട്ട് ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞ് എന്താണ്, ഞാൻ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിരുന്നു, പിന്നെ സ്കൂളിൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലെ തന്നെ ബ്രഹ്മോസ് ബാച്ചിലെ ക്ലാസ്സും കേട്ടിരുന്നു. നമുക്ക് ബ്രഹ്മോസ് ബാച്ച് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാലോ. ഓക്കെ, 8ാം ക്ലാസ്സിൽ NMMSന്റെ ഒരു ഫ്രീ ബാച്ചാണ് ബ്രഹ്മോസ് ബാച്ച്. അപ്പോൾ അതിലെ ക്ലാസ്സൊക്കെ കേട്ടിരുന്നു പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ വലിയ സംഭവമാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമാണ്. കാരണം ഒരു 8ാം ക്ലാസ്സിലെ കുട്ടീനെ സംബന്ധിച്ച് ആ 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് എക്സാം ആണ് ഇത്, NMMS എക്സാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിവേ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതൊന്നുമല്ല. ഈ കുട്ടിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡായിട്ട് കാഷ്വലി ആ കുട്ടിയോട് ചോദിച്ചു, എന്ന് മുതലായി പഠിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ജൂൺ തൊട്ട് പഠിക്കാൻ തുടങ്ങിയാണ്. കഴിഞ്ഞ വർഷത്തെ NMMSന്റെ എക്സാം എന്നായിരുന്നു അറിയോ? ഡിസംബർ ലാസ്റ്റിലാ. ആ കുട്ടി പഠിക്കാൻ തുടങ്ങിയത് എന്നാ? ജൂണിലാ. അപ്പൊ ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മാസം ആ കുട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും, 7 മാസമൊക്കെ പഠിച്ചിക്കണു, ഞാനൊക്കെ ആകെ 2 മാസമല്ലേ പഠിച്ചിട്ടുള്ളൂ, എന്നിട്ട് എനിക്ക് NMMS കിട്ടിയാലോ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാണല്ലോ. ലൈക്ക് എല്ലാവർക്കും ദൈവം ഒരേ രീതിയിലല്ല ബുദ്ധി എടുത്താണ്. ചില ആൾക്കാർ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, ചില ആൾക്കാർ ചെറിയൊരു കുഞ്ഞ് എഫേർട്ട് കൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചില ആൾക്കാർ നല്ല എഫേർട്ട് എടുത്തിട്ടും കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. അത് ഡിപ്പെൻസ്, ഭാഗ്യമാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക? എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടിയുടെ കേസിൽ ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ജൂൺ തൊട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്ര നേരത്തൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത്ര നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളും ഇതേപോലെ എന്ത് ചെയ്യുക? നേരത്തെ തന്നെ പരിപാടികൾ തുടങ്ങുക. നേരത്തെ പരിപാടികൾ തുടങ്ങുമ്പോൾ, നേരത്തെ ഒരു കാര്യം പഠിച്ചു തുടങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓണപരീക്ഷ വരും, എന്തായാലും ഓണപരീക്ഷ വരും. ഭൂമി തലകീഴായി മറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓണപരീക്ഷ വരും, ക്രിസ്മസ് പരീക്ഷ വരും, പബ്ലിക് എക്സാം വരും. ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട്, അടിപൊളിയായിട്ട്, സുന്ദരമായിട്ട്, റൊമാൻറ്റിക് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. ചില ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും, എത്തിനപ്പോൾ ഈ വെക്കേഷനിൽ തന്നെ പഠിക്കണു? വെക്കേഷനിൽ അങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഫുള്ളായിട്ട് വെക്കേഷനിൽ പഠിക്കണമെന്നൊന്നും ഞാനും പറയില്ല. കാരണം വെക്കേഷൻ എൻജോയ് ചെയ്യാനുള്ളതാണ്, ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു ജൂളി മൈൻഡിൽ പോകാനുള്ളതാണ്. പക്ഷേ എന്നാലും ഒരു ചെറിയൊരു ബോധം, ചെറിയ രീതിയിൽ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ലൈവൊക്കെ സൈലത്തിൽ നടക്കുമ്പോൾ വെറുതെ ഒന്ന് കണ്ടു വെക്കുക, ഇതിങ്ങനെയൊക്കെയാണല്ലേ, അങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കണം. എന്നിട്ട് ഇങ്ങനെ ജൂണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? നേരത്തെ തന്നെ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, നമ്മൾ ആപ്പിലുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക, കറക്റ്റ് അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. എന്തിനിങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇത് കൃത്യമായിട്ട് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് വെച്ച് കണ്ട് ഒന്നായിട്ട് മൊത്തത്തിൽ മലമറിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരില്ല. നിങ്ങൾക്ക് സുന്ദരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ചില ആൾക്കാർ നിങ്ങൾ കളിയാക്കുകയൊക്കെ ചെയ്യും, ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ, എന്തിനാ ഇപ്പൊ തന്നെ പഠിക്കണോ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർ നമ്മളങ്ങനെ എന്ത് ചെയ്യും? നമ്മളങ്ങനെ വെറുപ്പിക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. മെയിൻറ്റ് ചെയ്യേണ്ട, ഇഗ്നോർ ചെയ്യുക, ഒഴിവാക്കി വിടുക, തുപ്പി ഒഴിവാക്കുക, പോട്ടെ. അങ്ങനത്തെ നമ്മൾ ലിസ്റ്റിലേ കൂട്ടരുത്. അങ്ങനത്തെ നെഗറ്റീവുകൾ നമ്മൾ അടുപ്പിക്കുക ചെയ്യരുത്. കാരണം അതേ ആൾക്കാർ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു എന്ത് ചെയ്യുന്നറിയോ? എടാ ഇജ് സൂപ്പർ ആട്ടോ, ഇജ് ടോപ്പ് ആട്ടോ, ഇജ് ഈ സൂപ്പർ, വേറെ ലെവൽ. അപ്പോൾ ഒരു നേരെ തിരിച്ചു പറയും. അങ്ങനെ ഒരു തിരിച്ചു പറയുന്ന ഒരു കാലം എന്ത് ചെയ്യണം? വിദൂരമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മെല്ലെ എന്ത് ചെയ്യാണ്? ആരോടും പറയൊന്നും വേണ്ട. നമ്മൾ മെല്ലെ എന്ത് ചെയ്യുക? ഒരു നെയ്സിൽ ഇങ്ങനെ മെല്ലെ പഠിച്ചു പോവുക. എന്നിട്ട് നെയ്സിൽ എന്ത് ചെയ്യുക? നല്ല കുട്ടപ്പനായി സെറ്റായി ഗംഭീരമായിട്ട് പഠിച്ച് അടിപൊളിയാക്കിയതിനു ശേഷം ഓണം എക്സാം ഒക്കെ വരുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടാണ് കൊടുക്കുക, വിസ്മയകരമായുള്ള റിസൾട്ടാണ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് ഒരു വിസ്മയകരമായുള്ള റിസൾട്ട് കൊടുക്കുക. പിന്നെ പബ്ലിക് എക്സാമിനും അതേപോലെ തന്നെ കൊടുക്കുക. ഇനിയിപ്പോൾ ഓണം എക്സാമിന് നിങ്ങളിപ്പോൾ ഇങ്ങനെ മെല്ലെ പഠിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഓണം എക്സാമിന് ഇൻ കേസ് എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാലും ആ പാളിച്ചകൾ നിങ്ങൾക്ക് എവിടെ ക്രോസ് ചെയ്യാൻ പറ്റും? ക്രിസ്മസിന് ക്രോസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ നേരത്തെ തുടങ്ങണമെന്ന് പറയുന്നത്. നേരത്തെ തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. എവിടെയാണ് നമുക്ക് പ്രശ്നം കൂടുതലുള്ളത്, ഏത് സബ്ജക്റ്റാണ് ഞാൻ വീക്ക്, ഏത് സബ്ജക്റ്റിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് പഠിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. ഈ ലാസ്റ്റ് വെച്ച് ഒന്നായിട്ട് മൊത്തത്തിൽ കലക്കി കുടിക്കുമ്പോൾ ഇത് എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പിടുത്തുണ്ടാവില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കറക്റ്റ് കണ്ണിങ് ആയിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ അല്ലേ? അപ്പൊ പഠിച്ചു തുടങ്ങും എന്ന് ബി കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യെസ് എന്നുള്ള രീതിയിൽ താഴെ കമന്റ് ചെയ്തോളൂ. അപ്പൊ സി യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം മാർക്കൽ. വീണ്ടും കാണാം.